the way you say my name. Maybe it's the way you play your game. But it's so good. I've never known anybody like you. But it's so good. I've never dreamed of nobody like you. And I've heard of a love that comes once in a lifetime. And I'm pretty sure that you are that love of mine. 'Cause I'm in a field of dandelions, wishing on everyone that you would be mine, mine. And I see forever in your eyes. I feel okay when I see you smile, smile. Wishing on dandelions. ആൽബിനെയും ജില്ലയും ഞങ്ങൾ അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരിന്ന് ആരംഭിക്കുന്ന ഈ പുതിയ കുടുംബ ജീവിതത്തെ, അവരിന്നെടുക്കുന്ന പ്രതിജ്ഞയെ മരണം വരെ നെഞ്ചിലേറ്റി ഒരു മനസ്സോടെ മുമ്പോട്ട് പോകാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. പരിശുദ്ധമേ മാതാവേ, അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഇവരുടെ വിവാഹവേളയിൽ ഇവർക്ക് മംഗളം ഉച്ചരിഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എന്ന് പറഞ്ഞു പറയുമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 8. വിവാഹരാത്രി. ഭക്ഷണത്തിന് ശേഷം തോബിയാസിനെ അവർ സാറായുടെ അടുത്തേക്ക് നയിച്ചു. അവൻ റഫായേലിന്റെ വാക്കുകൾ അനുസ്മരിച്ച് ധൂപശകലത്തിലെ തീക്കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകച്ചു. മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിന്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിന്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങയെ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവന് വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. I whispered underneath my breath, but you heard it, darling. You look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all
പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. മാലാഖമാർ പാടുന്ന സമയം, സ്വർഗം തുറക്കുന്ന സമയം. ചേർന്നിരിക്കുന്നു എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ തിരുക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മാനന്തവാടി രൂപതയുടെയും താമരശ്ശേരി രൂപതയുടെയും പ്രധാനം, തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്തയും നമുക്കെല്ലാവർക്കും വളരെ പ്രിയകരമായ ജേക്കബ് തൂഗഴി മെത്രാപ്പൊലീത്തയാണ്. അഭിമന്യ പിതാവ് തലശ്ശേരി അതിരൂപതയുടെ അവിഭാജ്യ ഘടകമായിരുന്നു. അതിനുശേഷമാണ് മാനന്തവാടി മെത്രാനാകുന്നതും താമരശ്ശേരിയുടെ അദ്ദേഹം തൃശ്ശൂരാണ് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നത്. 93 വയസ്സുണ്ട് എങ്കിലും ഇപ്പോഴും ഇവിടെ വരെ വരാൻ, ഈ തിരുക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. വളരെ ചിട്ടയായ ജീവിതവും തൻ്റെ ജീവിതത്തിലെ അനന്തമായ നന്മകളുമാണ് ഇപ്പോഴും ആരോഗ്യത്തോടെ സുസ്മേരവദനായി നമ്മളോടൊപ്പമായിരിക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട ജേക്കബ് തൂഗഴി മെത്രാപ്പൊലീത്തയെ ഈ പേരാവൂർ വകയിലേക്ക് പുത്തൻ വീട്ടിൽ കുടുംബത്തിൻ്റെയും പാലിയത്തിൽ കുടുംബത്തിൻ്റെയും ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. So
സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മൂന്നാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വം നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാക്കി മോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. മൂന്നാം ദിവസം ഗലീലക്കാരായ ഒരു വിവാഹം യേശുവിനെ അമ്മയോട് കൂടിയിരുന്നു. യേശു ശിശുമാരും വീടിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീതി ചെന്ന് പോയപ്പോൾ യേശുവിനെ അമ്മയോട് അവർക്ക് വീടില്ല. യേശു അവരോട് പറഞ്ഞു, സ്ത്രീ വീട്ടിൽ നിൽക്കുന്നത് എൻ്റെ സമീപം വീട്ടില്ല. ആദ്യം വിചാരിയോട് പറഞ്ഞു, അവൻ ഞങ്ങൾ പറയുന്നത് ചെയ്യും. ശുദ്ധീകരണം ഓരോന്നും രണ്ടും ഭരണങ്ങളിലൂടെ നയിച്ചു അവർ ധരിച്ചു. അവരുടെ അവർക്ക് ധരിച്ചു. ഇനി പകർന്നു തലവർക്ക് പ്രദാനം ചെയ്തു. തലവർക്ക് അത് ഇവിടെ അവനോട് വിളിച്ചു എല്ലാവരും മേൽത്തരണ്ടിയും കാത്തുകൊണ്ടും നല്ല ഇരുവരെ വിശ്വസിച്ചു. വിശ്വസിച്ചു. ജില്ല നാടിൻ്റെയും ജില്ലയുടെ സ്നേഹമായ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദ്യമേ തന്നെ ആത്മീയ ജില്ലയെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ പിതാവിനെ
നാടിൻ്റെ പേരിൽ സന്തോഷം നിറഞ്ഞ, ഐശ്വര്യം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആൽബിനെയും അതുപോലെ ചിന്തയും താരയുടെ മുന്നിലുള്ള ചിന്തകൾ ചെയ്താകുമ്പോൾ ഒത്തിരി സന്തോഷം. ആൽബിൻ ഇതിനു മുമ്പ് വർഷങ്ങളിൽ ഈ പള്ളിയുടെ വിഭജന സംഘടനയ്ക്ക് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി ഓടി നടന്ന് രാത്രിയോ ഉറക്കോ പോലും ഇല്ലാതെ അധ്വാനിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആദ്യമായി സംസാരിക്കാൻ ഇടയായപ്പോൾ ആൽബിൻ ഒത്തിരി സന്തോഷത്തോടെ ഓർമ്മകളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. ജില്ലയെ കുറിച്ച് പറയാൻ വ്യക്തിപരമായി ജില്ലയെ അറിയില്ല. തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നത് ഓരോരുത്തർക്കും ചേർന്ന ഇണയെ നൽകുന്നതാണ്. ആൽബിന് ചേർന്ന ഇണയാണ് ജില്ല എന്ന് ഈ അധാരങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇവര് ഈ വിവാഹത്തിലൂടെ ഒന്നായി പുതിയൊരു കുടുംബത്തിന് രൂപം നൽകുന്ന ഇവരുടെ ജീവിതത്തിലെ അനുഗ്രഹീത ദിവസമാണല്ലോ ഇത്. നമുക്ക് ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷം, സമാധാനം, ഐശ്വര്യവും നിറഞ്ഞ കുടുംബജീവിതം നയിക്കാനുള്ള കൃപാവരം അവർക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഫ്രാൻസിലെ അലൻസോയിലെ പ്രഭുവായിരുന്ന ഫെർഡിനൻഡ് ഫിലിപ്പ് തന്റെ വിവാഹ ദിവസം രാത്രി തന്റെ ജീവിത പങ്കാളിയോട് സംസാരിക്കുന്നതിനിടയിൽ പറയുന്ന ഒരു വാചകമാണ്. ഇതിന്റെ പ്രകാരം പറയുന്നത്, ദൈവം ഇന്ന് നിന്നെ ശരീരവും ആത്മാവുമായി എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. യാദൃശ്ചികമായി നീ തളർന്നു പോകാനിടയായ, വീണു പോകാനിടയായ ഞാനായിരിക്കും ഉത്തരവാദം. സ്നേഹമുള്ള ആൽബിൻ ജില്ലെ ശരീരവും ആത്മാവുമായി ആൽബിന്റെ കരങ്ങളിൽ കർത്താവ് ഈ അന്താരങ്ങളുടെ മുന്നിൽ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ള ജില്ല ആൽബിനെ ശരീരവും ആത്മാവുമായി ജില്ലയുടെ കരങ്ങളിൽ ഈ അന്താരങ്ങളുടെ മുന്നിൽ കർത്താവ് ഏൽപ്പിക്കുകയാണ്. സംരക്ഷിക്കാനും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതിനുവേണ്ടിയുള്ള തീരുമാനം ഈ അന്താരങ്ങളുടെ മുന്നിൽ വെച്ചെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രായപൂർത്തിയായ സമയത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഈ നല്ല ജീവിതപങ്കാളി കിട്ടണമേ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നിട്ട് കിട്ടിയോ? കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കും. അപ്പോ അത് ചെയ്യുന്നതുകൊണ്ട് പ്രാർത്ഥന നിർത്താമെന്നാണ്. അല്ല, ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താണ് ആദ്യം പ്രാർത്ഥിക്കണം? നല്ലൊരു ഭർത്താവായി ജീവിക്കാനുള്ള, ഇവിടെ പൊന്നുപോലെ നോക്കുന്ന, സ്നേഹത്തോടെ എന്നും സംരക്ഷിക്കുന്ന നല്ല ഭർത്താവായി ജീവിക്കാനുള്ള കൃപയെ നൽകണമേ. ജില്ല പ്രാർത്ഥിക്കണം. ആൽബിനെ ഇതുപോലെ സ്നേഹത്തോടെ പരിഗണിക്കുന്ന, സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന നല്ലൊരു ഉത്തമ ഭാര്യയായി ജീവിക്കാനുള്ള കൃപ നൽകണമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ആ കടയിൽ തന്നെ ചെയ്യും. പ്രത്യേകിച്ച് വാരണ്ടിയുള്ള സാധനങ്ങൾ ആ കടയിൽ തന്നെ ചെയ്യും, അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അൽത്താരയിൽ നിന്നാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളൊക്കെ നേരത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും ആൽബിന് ജില്ലയെ കിട്ടുന്നത്, ജില്ലയെ സ്വന്തമായി കിട്ടുന്നത് ഈ അൽത്താരയുടെ മുന്നിൽ വെച്ചാണ്. ജില്ലയ്ക്ക് ആൽബിനെ തന്റെ സ്വന്തമായി തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ രീതിയായി കിട്ടുന്നത് ഈ അൽത്താരയുടെ മുന്നിൽ വെച്ചാണ്. കുറവുകൾ പിന്നീട് തോന്നുകയാണെങ്കിൽ പരസ്പരം കുറ്റം പറഞ്ഞ് ഇതുപോലെ എവിടുന്ന് കിട്ടിയോ അവിടെ വരാം. ഈ അൽത്താരയോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ പറഞ്ഞാൽ ഞാൻ ദീർഘമായി സംസാരിക്കില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു 2 സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയെടുത്താൽ നിങ്ങളുടെ ജീവിതം വിജയകരമായി ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട്. ആ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് ഇവര് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഉന്നീശനായ കാണാതെ പോകുന്ന ഒരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരികയാണ്. പരസ്പരം കലഹിക്കാനും പരസ്പരം വഴക്കൂടാനൊക്കെ ഉള്ള വളരെ ഗൗരവമായ കാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഇവര് ഒന്ന് ചേർന്ന് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചു എന്ന് നമ്മൾ ആ വചനത്തിൽ മനസ്സിലാക്കുന്നത്. അവിടെ വായിക്കുന്ന അവർ ഒന്ന് ചേർന്ന് ഈശോയെ അന്വേഷിച്ച് 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തി. അവരുടെ ജീവിതത്തിലെ വലിയ സങ്കടത്തിന് പരിഹാരം കണ്ടെത്തുകയാണ്. ഇന്ന് നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടെയാണ് ഈ അജ്ഞാനയുടെ മുന്നിൽ വെച്ച് ജീവിതമാക്കിയത്.
പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്താനും വഴി തരാനും എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് ചേർന്ന് നമുക്ക് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സാധ്യതകളുള്ളപ്പോൾ അത് ചെയ്യാതെ ഈ പരിഹാരം അന്വേഷിക്കാൻ സാധിക്കുമ്പോൾ ഈ തിരുക്കുടുംബത്തെ പോലെ നിങ്ങളുടെ ജീവിതവും തിരുക്കുടുംബമായിരിക്കുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനായി ശ്രദ്ധിക്കുകയും ചെയ്യാം. രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന സന്ദേശം അത് പരിശുദ്ധ അമ്മയുടെ ഒരു വാചകത്തിൽ ഒളിഞ്ഞിരിക്കുന്നു. കുടുംബജീവിതത്തിലും എല്ലാ ബന്ധങ്ങൾക്കും വിജയിക്കാനുള്ള ആ ഒരു താക്കോൽ ആ ഒരു ഒറ്റ കുഞ്ഞ് വാക്യത്തിൽ ഒളിഞ്ഞിരിക്കൊണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പരിശുദ്ധ അമ്മ ഈശോയെ ഇങ്ങനെ കണ്ടെത്തി കഴിയുമ്പോൾ പറയുന്ന ഒരു വാക്യത്തിലാണ് അതിരിക്കുന്നത്. പരിശുദ്ധ അമ്മ പറയുന്ന പ്രകാരമാണ്, നിന്റെ പിതാവും ഞാനും ചേർന്ന് നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ. ഒരുപക്ഷെ ഞാനായിരുന്നു ഈ പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് എങ്കിൽ പറഞ്ഞേനെ, ഞാനും നിന്റെ പിതാവും ചേർന്ന് നിന്നെ അന്വേഷിക്കുകയായിരുന്നില്ലേ. ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം പ്രത്യേകത, പരിശുദ്ധ അമ്മ തന്റെ സങ്കടത്തെക്കാൾ ഉപരി പ്രാധാന്യം തന്റെ ജീവിത പങ്കാളിയുടെ സങ്കടത്തിൽ കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് സങ്കടമാണ്, നിന്നെ നഷ്ടപ്പെട്ടു പോയത് എനിക്ക് സങ്കടമാണ്, എനിക്കുള്ള വികാരങ്ങളുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ പറയുന്നത്, നിന്റെ പിതാവും ഞാനും ചേർന്ന് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇവിടെ എന്റെ സങ്കടത്തെക്കാളും എന്റെ വികാരങ്ങളെക്കാളും പ്രാധാന്യം പരിശുദ്ധ അമ്മ കൊടുക്കുന്നത് തന്റെ കൂടെയുള്ള ജീവിത പങ്കാളിയുടെ യോസേപ്പ് പിതാവിന്റെ വികാരങ്ങൾക്കാണ്. സ്നേഹബഹുമാനപ്പെട്ട ആൽവിൻ ജില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സങ്കടങ്ങളുണ്ട്. നമുക്കും എല്ലാവർക്കും വികാരങ്ങളുണ്ട്, ഫീലിങ്ങുകളുണ്ട്. അവിടെ എന്റെ വികാരത്തെക്കാളും എന്റെ ചിന്തകളെക്കാളും ആഗ്രഹങ്ങളെക്കാളും എന്റെ ഫീലിങ്സിനേക്കാളും ഉപരി എന്റെ കൂടെയുള്ള ഈ അത്താരിയുടെ മുന്നിൽ വെച്ച് എന്റെ കൂടെയുള്ള കർത്താവ് നൽകുന്ന ഈ പ്രിയപ്പെട്ടവരുടെ വികാരങ്ങൾക്ക്, താല്പര്യങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുടുംബജീവിതം പൂർണ്ണമായ സന്തോഷകരമാക്കി തീർക്കുന്നതിന്റെ ബാക്കി പകുതി കൂടിയായി എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ രണ്ട് സന്ദേശങ്ങൾ ഈ ഒരു വിവാഹ ദിനത്തിൽ നിങ്ങൾക്ക് സമ്മാനമായി നൽകാനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ, പരസ്പരം മനസ്സിലാക്കി എന്നും ഒരുമയോടെ പോകാൻ സാധിക്കട്ടെ. അടുത്ത നാളിൽ ഏതാനും നാളുകൾക്ക് വായിച്ച പുസ്തകത്തിൽ പറയുന്ന ജീവിത വിജയത്തിന് ഹണിമൂൺ ഇഫക്റ്റ് നടത്താൻ സാധിക്കണമെന്ന് ഒരു വാക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഹണിമൂൺ ഇഫക്റ്റ് അത് ആദ്യ നാളുകൾ ഹണിമൂൺ കാലഘട്ടമാണ്. ഒത്തിരി സന്തോഷം, എല്ലാം മനസ്സിലാക്കുന്നത്, എത്ര നേരം കണ്ണി നോക്കിയിരിക്കും, ഒത്തിരി എത്ര നേരം ചേർന്ന് ഇഷ്ടമാണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അതിലേക്ക് ആ ഒരു ഹണിമൂൺ ഇഫക്റ്റ് കുറഞ്ഞോടെ വരും. അങ്ങനെ ജീവിത അവസാനം വരെ ഈ ഹണിമൂൺ ഇഫക്റ്റ് നടത്താൻ സാധിച്ചാൽ ജീവിതം എത്രയോ സ്വർഗ്ഗതുല്യമാകും. ഈ ഭൂമിയിലെ ജീവിതം പോലും നിങ്ങൾ കുടുംബജീവിതം പോലും അത് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു 3 കുഞ്ഞി പോയിന്റുകൾ കൂടി, പ്രാക്ടിക്കൽ പോയിന്റുകൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, എല്ലാ ദിവസവും ഒരുമിച്ച് അല്പസമയം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലുള്ളവരാണ് എനിക്കറിയാം. എങ്കിലും എത്രയാണ് ഒരു ഒരേ സ്ഥലത്ത് എത്തിച്ചേരും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒന്നായിരുന്നു എല്ലാ ദിവസവും അല്പസമയം കൂടി പ്രാർത്ഥിച്ചിട്ട് കടന്നുകൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കണം. തീർച്ചയായും കുടുംബപ്രാർത്ഥന മുടക്കരുത്. നടക്കുന്നതിന് മുൻപ് ഒരുമിച്ച് കരപിടിച്ച് അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം കടന്നുകൊള്ളാം. രണ്ടാമത്, ഒരു ദിവസത്തിൽ ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്യും. മൂന്നാമത്, പിണങ്ങാതെ കടന്നുകൊള്ളാം. നേരത്തെ പറഞ്ഞ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ എന്തൊക്കെ വന്നാലും പിണങ്ങാതെ പരിഹരിച്ചതിന് ശേഷം സന്തോഷത്തോടെ സ്നേഹത്തോടെ കടന്നുകൊള്ളാൻ നിങ്ങൾ ശ്രമിക്കുക. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളുടെ ഒപ്പമുണ്ട്. താങ്ക് യു. പരസ്പര വിശ്വസ്തയോടും ചരിത്രശുദ്ധിയോടും കൂടി സന്തോഷകരമായി നമുക്ക് ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമേ. കാനാനിലെ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച വിശുദ്ധായി നിത്യസഹായത്തിൽ ആശ്രയിച്ചും ദിവ്യസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും പ്രതീക്ഷയോടും വിജയകരമായി അങ്ങയുടെ ശാന്തിയും സമാധാനവും നൽകുകയും അങ്ങയുടെ ദാസപ്രവർത്തനം ചെയ്തിരിക്കുന്ന നീതിയുടെ അർഹരാക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിന്റെ വളർന്നുകളെയും കുടുംബങ്ങളെയും ഈ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാനും പിതാവും പരിശുദ്ധാത്മാവിന്റെ സദസ്യരായിരിക്കും. പ്രിയ സഹോദരരെ, ഈ മധുവരന്മാർ വിവാഹം കൂതാശയായി ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതർ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്ക് എല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷൻ
ജീവിതശിക്ഷയുടെ ദൈവമേ, അങ്ങനെയാണ് പരിപാലനയുടെ ഭാര്യാഭർത്താക്കന്മാരായ സ്നേഹത്തിന്റെ കൂടാശ യോഗ്യതയെ ചെയ്യാൻ അങ്ങയുടെ ദാസശക്തനാക്കാൻ അവരുടെ ഭാവം സമർത്ഥമായി ചെയ്യണം. പിതാവ് പരിശുദ്ധമാവും സർവ്വസ്വീകരിക്കും. വിശ്വാസത്തിലും സ്നേഹത്തിലും അഭയത്തിന്റെ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ജീവിതമുണ്ടാകാതെ സന്തോഷവും സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധീകരിക്കുവാനും ഇത് സ്നേഹത്തിന്റെയും വിശ്വസിക്കുന്നതിനും ഈ മോദനാശം പിതാവിനും മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും
ഔസേ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദി സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ഞങ്ങളെ സഹായിക്കട്ടെ. ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവത്തിന്റെ ആന്തരിക സൗന്ദര്യത്താൽ പരിശുദ്ധമാകുവാൻ അവിടുന്ന് സമർപ്പിക്കുന്നു. തിരുശിരസായ ശരി എപ്പോഴും നിർബന്ധത്താൽ സംരക്ഷിക്കുന്നതായിരിക്കും. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവർക്ക് തുണയായിരിക്കും. മാനസികവും ശരീരവുമായ ആരോഗ്യം, ഭൗതികമായ സുസ്ഥിതി അവർക്ക് ചെയ്യും. ദൈവങ്ങൾക്ക് മക്കൾ സന്തോഷവും സ്വീകരിക്കുന്നത് അവരെ വിശ്വസിക്കുന്നതിനും അവരുടെ സഹായിക്കുന്നു. അവരുടെ സ്ത്രീകൾക്ക് ആരാധനയെ സമർപ്പിക്കുന്നു. നിങ്ങളോട് തിരുകുടുംബത്തിന്റെ നായകനായ യോസേഫിന്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സൃഷ്ടികർത്താക്കളെ പോലെയാക്കുകയും ചെയ്ത വിവാഹത്തിൽ നന്ദമായ സ്നേഹത്തിൽ നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിൽ അവർ പരിപാടിപ്പെട്ടു. വിശുദ്ധ പ്രീതികളുമായ സജീവ ദൈവത്തെ സമർപ്പിക്കാൻ ഈ കൂടാശ നിങ്ങളെ സമർപ്പിക്കട്ടെ. സന്താന സൗഭാഗ്യത്തെ പ്രാർത്ഥനകളുടെ കുടുംബം അഭിവൃദ്ധിപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം അവർ ഐശ്വര്യമാക്കുകയും നിങ്ങളുടെ ആശകൾ പ്രതീക്ഷകൾ അവർ സാധനമാക്കുകയും ചെയ്യണം. ആവശ്യത്തെ സഹായിക്കാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം പ്രദാനം ചെയ്യണം. സ്വകീയങ്ങളറിയും വർദ്ധിക്കും. സ്തുതിയും ബഹുമാനവും ഹൃദയം സമർപ്പിക്കുവാൻ നവദമ്പതിമാരെ ഈ
blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again. Over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, oh, that today they might fall. Now as to God we're confessing, now as on Jesus we call. Showers of blessing, showers of blessing we need. Chasing trails in firelight, I remember that same night we fell in love all over again. In the glow of the moonlight, holding you close beside, felt my heart racing, looking in your eyes. To be young and wild and having no cares, it's so different when love is in the air. I've been missing the moments we were there. Take me back in time and driving through the clouds, gazing at them stars. It's so beautiful with you. Waking up to your smile, all dazed and dreamy-eyed, I fell in love all over again. Spotting birds and butterflies, losing all our sense of time every day. ദേവാലയത്തിലെ അനുഗ്രഹീയമായ ചടങ്ങുകൾക്ക് ശേഷം നവവധൂവരന്മാർ ഹാളിലേക്ക് വരികയാണ്. ഇന്നത്തെ താരങ്ങൾ എത്തിക്കഴിഞ്ഞു. Take me back in time and driving through the clouds, gazing at them stars. It's so beautiful with you. And diving in the sea when it's just you and me. It's so beautiful with you. Your hand held in mine. You're so beautiful, it's true. When the sun paints the sky, our hearts intertwined. It's so beautiful with you. So beautiful when it's you.
Every day I find a way through darkness. Have a smile that portrays my happiness. Every year I long for celebration, for the moments I still cherish in time, to be with my tribe in elation. You know what's on my mind. Ooh, when we get together, ooh, oh, we'd be dancing like this. Every year I long for celebration, for the love of gold, of a special kind. We're in this together with passion. You know what's on my mind. It's time to be true. Shake, swirl and groove. Love binds us साथ चले, संग तेरे निकले, हम भी साथ चले, संग तेरे निकले. It's time to be true. Shake, swirl and groove. Love binds us true. Was born to fly and spread these wings and find my own. I am coming home. Today will be the day it all will take. No one's in my way. Today will be the day. Today will be the day. I was made to dream that anything can be my own. I have found my home. Today will be the day it all will take. No one's in my way. Today will be the day.
ਚੰਡੀਗੜ੍ਹ ਤੋਂ ਆਈ ਨੀ ਤੈਨੂੰ ਦੇਖ ਕੇ ਹੋ ਕੇ ਭਰਦੇ ਨੇ ਖੜੇ ਚੌਂਕਾਂ ਵਿੱਚ ਸਿਪਾਹੀ ਨੀ ਕੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਕੋਟੀ ਤੇ ਕਾਲਾ ਦਿਲ ਕੁੜੀਏ ਜੋ ਦਾਗੇ ਚੰਨ ਦੇ ਟੁਕੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ ਕੋਲੇ ਮੁਖੜੇ ਤੇ ਤੈਨੂੰ ਕਾਲਾ ਚਸ਼ਮਾ ਜੱਜਦਾ ਏ ਕੋਲੇ ਮੁਖੜੇ ਤੇ പക്ക് വെത്തല മാറ്റി മുടിച്ച് പയ്യ വന്നാച്ച് പൂവ് തൊടുത്ത് சேலம் அடிச்சு பொண்ணு வந்தாச்சு கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய் சாரே சாரு யாரு கால பிரபு தோய் அள்ளி அள்ளி குடுக்கு கால பிரபு தோய் பக்கு வெத்தல மாத்தி முடிச்சு பையன் வந்தாச்சு பூவை தொடுத்து சேலம் அடிச்சு பொண்ணு வந்தாச்சு பிபி രതിപുഷ്പം പൂക്കുന്ന യാമം മാറിടം രാസകേളി തടാകം സുഖസോമം തേടുന്നു ദാഹം നീ തരൂ ആദ്യ രോമാഞ്ച ഭാവം അധര ശില്പങ്ങൾ മദന തൽപ്പങ്ങൾ ചൂടേറിയാളുന്ന കാമഹർഷം എന്നാണു നിൻ സംഗമം ഹേ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്ക
കരിവഴിയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ. ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. What chumka? What chumka? What chumka? दिन नाचा जो ट्विटर पे ट्रेंड हो गया. नासिक के ढोल पे धन 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 नाचा तो सबका दी एंड हो गया. मेरे इशारे पे तो दिन दिन नाचा जो ट्विटर पे ट्रेंड हो गया. सारी दुनिया में एक ही फेमस है, मुंबई हो या और दिखा दूं तुझे मेरा वाला डांस. यह मेरा वाला डांस तो नाचू. यह मेरा वाला डांस तो नाचू. പുഞ്ചിരിച്ചന്തമിഴും ഈറൻറാവുകളും മുന്തിരിച്ചുണ്ടുകളും വിഞ്ഞാമുമ്മകളും മറന്നെല്ലാം അന്നു നാം ഉള്ളാൽ രണ്ടിണയാ എൻ ലോകം പിന്നെ നാളൂരഴകാ ദൂ 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 ദൂ
anxious thought that steals my breath. It's a heavy weight upon my chest as I lie awake and wonder what the future will hold. Help me to remember that you're in control. You're my courage when I worry in the dead of night. You're my strength 'cause I'm not strong enough to win this fight. You are great.